കൊടും തണുപ്പിൽ വിറച്ച് വിറച്ച് ഞങ്ങളൊരു 10-40 പേര് ലെനിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ലെനിൻ നിങ്ങൾക്കറിയുന്ന ആളാണ്. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന ലെനിൻ. ആ ലെനിനല്ല ഇത്. ലെനിൻ്റെ പേരിലുള്ള ഒരു കൂറ്റൻ കപ്പലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഐസ് ബ്രേക്കർ ഷിപ്പ്, ഐസ് പൊട്ടിക്കുന്ന ഷിപ്പ്. ഐസ് ബ്രേക്കർ ഷിപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ആ കപ്പലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആണവ ഐസ് ബ്രേക്കറാണ്. അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂറ്റൻ ഐസ് ബ്രേക്കർ. ഈ ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്കറിയാം, റഷ്യയുടെ കടൽ തീരം കൂടുതലും വടക്കൻ ഭാഗത്താണ്, അതായത് ഉത്തരധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ്. ആർട്ടിക് സമുദ്രത്തിൻ്റെ തീരങ്ങളിലാണ്. സാധാരണ സമ്മറിൽ പോലും ഐസുള്ള പ്രദേശം. വിൻ്റർ ആകുമ്പോഴേക്കും ഐസ് കൊണ്ട് നിറയും. അപ്പോൾ റഷ്യക്ക് ചരക്ക് നീക്കം നടത്തണമെങ്കിൽ, അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് മൂവ് ചെയ്യണമെങ്കിലൊക്കെ കടലിലെ ഈ ഐസിനെ വകഞ്ഞു മാറ്റി പോകേണ്ടി വരും. കടലിൽ 1, 2, 3 മീറ്റർ കനത്തിൽ ആ കടലിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഐസിൻ്റെ വലിയ പാളികൾ, പാറക്കെട്ടുകൾ പോലെ രൂപപ്പെട്ട് കിടക്കുമ്പോൾ അതിനിടയിലൂടെ കപ്പൽ പോകാൻ പറ്റില്ല. നമ്മുടെ കടൽ തീരങ്ങളിലെ തുറമുഖങ്ങളിൽ വിഴിഞ്ഞത്തും കൊച്ചിയിലും ബോംബെയിലും വിശാഖപട്ടണത്തിലും ചെന്നൈയിലും ഒക്കെ കപ്പലെടുക്കാൻ കഴിയുന്നത് ആ കടലിൽ വെള്ളം കപ്പലിന് പോകാവുന്ന മട്ടിൽ വെള്ളമായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഉത്തരധ്രുവ പ്രദേശത്ത്, പ്രത്യേകിച്ച് റഷ്യക്ക്, ആർട്ടിക് പ്രദേശത്തെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഐസ് മൂടിയ കടലിൻ്റെ ഉപരിതലത്തിലൂടെ കപ്പലുകൾക്ക് പോകാൻ കപ്പൽ ചാലുകൾ ഒരുക്കുന്ന മറ്റൊരു കപ്പലാണ് ഈ ഐസ് ബ്രേക്കർ കപ്പലായ ലെനിൻ, ആണവ ഐസ് ബ്രേക്കറായ ലെനിൻ. ഈ കപ്പൽ മുമ്പേ പോകും. ആണവ ശക്തി കൊണ്ടാണ്, കനത്ത ശക്തിയുണ്ട്. കൂടാതെ ഈ കപ്പലിൻ്റെ വശങ്ങൾ പണിതിരിക്കുന്ന ഉരുക്ക് പാളുകൾ അതീവ കാഠിന്യമുള്ളതാണ്. നല്ല കനത്തിലാണ് പണിതിരിക്കുന്നത്. അങ്ങനെ പൊട്ടിക്കാനുള്ള ഊർജം കൊടുക്കുന്നത് ആണവശക്തിയാണ്. അണുശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത്രയും എനർജി, അത്രയും പവർ കൊടുക്കുന്ന അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂറ്റൻ കപ്പലാണ് ഈ ലെനിൻ. ഈ ലെനിൻ എന്ന് പറയുന്ന കപ്പൽ 1957 പ്രവർത്തനം തുടങ്ങുന്നത്. നോർത്ത് സീയിലായിരുന്നു പ്രധാനമായിട്ടും. 10,000-കണക്കിന് കിലോമീറ്ററുകൾ ഐസ് പൊട്ടിച്ച് തന്നെ യാത്ര ചെയ്ത ചരിത്രമുള്ള ഒരു കപ്പലാണിത്. എത്രയോ ചരക്ക് കപ്പലുകൾക്ക് ഇത് പാതയൊരുക്കി. എത്രയോ യുദ്ധക്കപ്പലുകൾക്ക് ഐസിനെ പിളർന്നു മാറ്റി അവർക്ക് ഇതിന് പിന്നാലെ യാത്ര ചെയ്യാൻ വഴിയൊരുക്കി. അതല്ലായിരുന്നെങ്കിൽ റഷ്യയുടെ പല ഭാഗങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം സ്തംഭിച്ചു പോകുമായിരുന്നു മഞ്ഞുകാലത്ത്. എങ്കിലും 1989 ഈ കപ്പലിനെ ഡീകമ്മീഷൻ ചെയ്തു. ഡീകമ്മീഷൻ ചെയ്യാൻ കാരണം എന്നറിയോ? ഈ ഐസിനെ ഇടിച്ചിടിച്ചിടിച്ച് ഇത്രയും കൊല്ലം കടലിൽ കിടന്ന് ഐസിനോട് ഏറ്റുമുട്ടി ഇതിൻ്റെ തകിടുകളൊക്കെ ദുർബലമായി. പലതിനും കനം കുറഞ്ഞു, പലതും ഇളകി തുടങ്ങി. അപ്പോൾ കപ്പലിനെ ഡീകമ്മീഷൻ ചെയ്തു. ഡീകമ്മീഷൻ ചെയ്ത കപ്പലിനെ ഈ മുർമാൻസ്കിലെ തുറമുഖത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതൊരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതവിടെ ആളുകൾക്ക് കാണാം. ഞങ്ങളതിൻ്റെ ചുവട്ടിൽ പോയി നിന്നു, അതിൻ്റെ കഥകൾ കേട്ടു, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, ഫോട്ടോകളെടുത്തു. ഒട്ടും തണുപ്പാണ്. രാവിലെ 8 മണിയായിട്ടുള്ളൂ. ഇന്ന് ഇത്തിരി നേരത്തെയാണ്. സാധാരണ 10 മണിക്കാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഇന്ന് ഇത്തിരി നേരത്തെയാണ്. കാരണം ഈ മുർമാൻസ്കിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പറക്കണം. അപ്പോൾ അതിനു മുമ്പ് കാഴ്ച കാണാൻ ഇറങ്ങിയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു 3:30-4 മണിക്ക് പുലർച്ചെ എഴുന്നേറ്റ് ഒരു നഗരത്തിലേക്ക് ചെല്ലുന്ന അതേ ഫീലാണ് രാവിലെ 8 മണിക്ക് ചെല്ലുമ്പോഴും. അങ്ങനെ കുറേ നേരം അവിടെ നിന്നും ആ ചരിത്രവും കഥകളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. മിലയുണ്ട്. മില കഥകൾ പറയുന്നുണ്ട്. മില മാത്രമല്ല, മിലയുടെ ഒരു സഹായിയുണ്ട്. നമ്മൾ ഈ ചെറിയ ബസ്സിൽ, മിനി ബസ്സിൽ യാത്ര ചെയ്തപ്പം ഓരോ ബസ്സിലും ഓരോ ഗൈഡുമാരുണ്ടായിരുന്നല്ലോ. അതിലൊന്നും നതാലിയായിരുന്നു. ആ നതാലിയ മിലയുടെ കൂടെ ഇന്ന് ഈ ബസ്സിലുമുണ്ട്. അപ്പം മിലയും നതാലിയയും മാറി മാറി കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു മൈക്കിലൂടെ. ബസ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മില പറയുന്നത് തണുപ്പ് കാലത്തെ ഇവരുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത ഒരു കാലമാണ് തണുപ്പ് കാലം. ഇന്ന് നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയൊക്കെ പലപ്പോഴും കാനഡയിലേക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറി എത്തിയിട്ടുള്ളത് കൊണ്ട് കുറേയൊക്കെ മനസ്സിലാവും. കാനഡയിലേക്ക് പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിതീവ്രമായ തണുപ്പുള്ളൊരു സ്ഥലമാണ്. മഞ്ഞുകാലം എത്തുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതൊരു വലിയ പേടി സ്വപ്നമാണ്. കാരണം സാധാരണ ദൈനംദിന ജീവിതം എല്ലാം സ്തംഭിക്കും. രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റാൽ പല്ല് തേച്ച് കുളിച്ച് കുട്ടപ്പനായി ജോലിക്കങ്ങ് പോകാൻ പറ്റില്ല. കുറച്ചേറെ ജോലിയുണ്ട്. പലരുടെയും വീടിൻ്റെ മുറ്റവും എന്തിനേറെ വാഹനങ്ങൾ പോലും മഞ്ഞിനാൽ മൂടിപ്പോയിട്ടുണ്ടാവും. ഇത് മുഴുവൻ ക്ലിയർ ചെയ്യണം. വലിയ കൈക്കോട്ട് കൊണ്ടുവന്ന്, മഞ്ഞ് മാറ്റുന്ന ഷവൽ കൊണ്ടുവന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. വീടിൻ്റെ മുന്നിലൂടെയുള്ള ഫുട്പാത്ത് അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. മറ്റുള്ള മനുഷ്യർ നടന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ നമ്മളിറങ്ങി ആ മഞ്ഞെല്ലാം മാറ്റണം. അതുകൂടാതെ തന്നെ വീടിൻ്റെ മേൽക്കൂരയിൽ ചിലപ്പോൾ വലിയ കനത്തിൽ മഞ്ഞുണ്ടാവും. അതങ്ങനെ നിന്നാൽ ചിലപ്പോൾ മേൽക്കൂര തന്നെ തകർന്ന് താഴെ വീഴാവുന്ന സ്ഥിതിയിലേക്ക് എത്തും. പലയിടത്തും അത് ഒഴുകിപ്പോകാവുന്ന രീതിയിലാണ് മേൽക്കൂര പണിയുന്നത്. കാരണം
അവിടുത്തെ സ്ഥിരം പ്രതിഭാസമാണല്ലോ ഇത്. എങ്കിൽ പോലും ചിലപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് ഇതിനെ വടിച്ച് താഴെ ഇറക്കേണ്ടി വരും. വണ്ടി ഒന്ന് ചൂടാക്കി എടുക്കുക, വണ്ടിയുടെ പുറത്തുള്ള ഐസ് ഒന്ന് മാറ്റുക എന്നുള്ളത് പലപ്പോഴും ഒരു 1/4 മണിക്കൂർ നേരത്തെ ജോലിയാണ്. അപ്പോൾ അതിരാവിലെ ഉണർന്ന് നല്ലൊരു ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വഴിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ സർക്കാരിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അല്ലെങ്കിൽ റോഡ് വകുപ്പിൻ്റെയും ഒക്കെ ജോലി അപ്പോഴാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഹൈവേകളും മറ്റ് പാതകളും ഒക്കെ ഈ ഐസ് മൂടിയിട്ടുണ്ടാവും. അപ്പം വലിയ ബുൾഡോസറുകൾ മുമ്പേ പോകും മഞ്ഞ് മാറ്റാൻ വേണ്ടി. ഇത് വകഞ്ഞ് മാറ്റി 2 സൈഡിലേക്ക് മാറ്റിയിടും. പിന്നെ ഓടുന്ന വണ്ടികൾ തെന്നിപ്പോവും. അപ്പോൾ അത് തെന്നാതിരിക്കാൻ വേണ്ടി ചില രാജ്യങ്ങളിൽ മണലാവിരിക്കുന്നത്. മുർമാൻസ്കിൽ നിന്ന് ടെർബർഗയിലേക്ക് ഇന്നലെ പോകുമ്പം വഴിയിൽ റോഡിൽ മുഴുവൻ ചരൽ വെതറിയിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അത് ചിലവ് ചുരുങ്ങിയ ഒരു രീതിയാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ ചരൽ വെതറണമെങ്കിൽ 100 കണക്കിന് കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ലക്ഷക്കണക്കിന് കിലോമീറ്ററിൽ വാഹനം ഓടുന്നിടത്തൊക്കെ മണൽ വെതറുക എന്ന് പറയുന്നത് എത്ര വലിയ അധ്വാനമാണെന്ന് ചിന്തിച്ച് ചോദിക്കുക. ഈ മണൽ വെതറിയില്ലെങ്കിൽ വണ്ടി സ്കിഡാവും. അങ്ങനെ ഈ നോർത്ത് പോളിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഈ മണൽ വെതറും. ചില രാജ്യങ്ങളിൽ ഉപ്പാണ് വെതറുക. ഉപ്പ് വെതറിയാൽ ഐസ് പെട്ടെന്ന് മെൽറ്റായി അല്ലെങ്കിൽ ഈ സ്കിഡ് ചെയ്യാതെ വണ്ടി ഓടുമെന്നാണ് പറയുന്നത്. കൂടാതെ വാഹനങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അതിനകത്ത് ചങ്ങല കൊണ്ടുള്ള ഒരു കവചം ഈ ടയറിന് കൊടുക്കണം. ചിലയിടത്ത് ടയർ തന്നെ മാറിയിടണം. സ്കിഡ് ചെയ്യലാത്ത, തെന്നിപ്പോയില്ലാത്ത, ഐസിൽ പിടിച്ചു കയറാൻ കഴിയുന്ന ടയർ മാറ്റണം. അപ്പോൾ നമ്മളൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ മഞ്ഞുകാലത്ത് എന്തെല്ലാം ജോലി കൂടുതലായിട്ട് ചെയ്യണമെന്നറിയോ? മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരുടെ ആരോഗ്യം തന്നെ പ്രശ്നത്തിലാവും. ഓരോ ദിവസവും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആളുകൾ അവിടെയൊക്കെ വെതർ പരിശോധിക്കും, കാലാവസ്ഥ എന്താണെന്ന് പരിശോധിക്കും. ഇന്ന് എത്രയാണ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം ഇറങ്ങാൻ. ചിലപ്പോൾ രാവിലെ അതിഭയങ്കരമായ തണുപ്പായിരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും കാലാവസ്ഥയൊന്നും മെച്ചമാകും. അപ്പോൾ നമ്മൾ ധരിച്ചുകൊണ്ട് പോയ വസ്ത്രം ധരിച്ച് ഒരു ഓഫീസിലിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം വേർത്ത് കുളിക്കും. അപ്പം പല ലെയറുകളായിട്ടാണ് വസ്ത്രം ധരിക്കുക. ചില ലെയറുകൾ നമ്മൾ ഊരി മാറ്റും. ചില ദിവസങ്ങളിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വിൻഡുണ്ടാകും, കാറ്റുണ്ടാകും. അപ്പം -1 ആണ് കാലാവസ്ഥയെങ്കിൽ വിൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു -5 വരെയൊക്കെ ഫീൽ ചെയ്യും. അതിഭയങ്കരമായ തണുപ്പ് ഫീൽ ചെയ്യും. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തണുപ്പ് കാലത്ത് പെട്ടെന്ന് ജലദോഷം പിടിക്കും. പെട്ടെന്ന് തണുപ്പ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പിടിക്കും. ഈ ജലദോഷം പിടിച്ചാൽ ആദ്യം സംഭവിക്കുന്നതെന്നറിയാമല്ലോ, തുമ്മാൻ തുടങ്ങും, മൂക്കൊലിപ്പ് തുടങ്ങും ചെറുതായിട്ട്. പിന്നെ അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ തൊണ്ടയിൽ ഇറിറ്റേഷൻ തുടങ്ങും. അവിടെ കൊണ്ടും പ്രശ്നം നിൽക്കുന്നില്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് അത് ഇറങ്ങും. ശ്വാസകോശത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീവ്രമായ ചുമയാവും, കഫക്കെട്ടാവും. പിന്നെ അവിടെയും അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ന്യൂമോണിയായി മാറും, പനിയാകും. പിന്നെ പ്രായമായ ആളുകളാണെങ്കിൽ പലരും മരണത്തിലാണ് എത്തിപ്പെടുക. അപ്പം ഈ വിൻ്റർ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമായ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായുള്ള ആളുകൾക്ക് വളരെ അപകടകരമായ സീസണാണ്. ഒരു തണുപ്പ് കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും കാഠിന്യം നിറഞ്ഞൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ വെയിൽ കണ്ടു തുടങ്ങുന്ന സമ്മർ തുടങ്ങുമ്പോഴത്തേക്കും അവരാഘോഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമോ, വലിയ ഒരു ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞിട്ട് അവരൊരു നല്ല കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓണക്കാലമൊക്കെ നമുക്ക് ആഘോഷിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ കഠിനമായ തണുപ്പിൻ്റെ ഈ തീവ്രമായ പ്രശ്നങ്ങളിൽ നിന്ന് വെളിച്ചമുള്ള, വെയിലുള്ള, കാലാവസ്ഥ മെച്ചമായ, പുറത്തിറങ്ങി നല്ല ചൂടനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് മാറുമ്പോൾ അവർ ആഘോഷങ്ങളുടെ ഒരു കാലമാക്കി അതിനെ മാറ്റും. അങ്ങനെയാണ് പല ഫെസ്റ്റിവലുകൾ ആ നാടുകളിലൊക്കെ നടക്കുന്നത്. ജനം അവിടുന്ന് പുറത്തിറങ്ങി അങ്ങ് ആഘോഷിക്കുക. പിന്നെ അവർ ഇതുവരെ ധരിച്ചിരുന്ന പല ലെയറുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്പവസ്ത്രധാരികളായി പുൽമേടുകളിലും പാർക്കുകളിലൊക്കെ മലർന്നു കിടക്കുന്ന കാഴ്ച പിന്നെ കാണുന്നത്. നേരെ ബീച്ചുകളിലേക്ക് പോകും. പലരും അല്പവസ്ത്രമായിട്ടും തീരെ വസ്ത്രമില്ലാതെയൊക്കെ ബീച്ചിൽ വെയിലിനെ ആഘോഷമാക്കും. സൂര്യനുമായിട്ടൊരു പ്രണയത്തിലാവും. സൺബാത്ത് എന്ന് പറഞ്ഞ വിനോദത്തിലേക്ക് ഏർപ്പെടും. അവരുടെ ആ വെയിലിനോടുള്ള, സൂര്യനോടുള്ള ആർത്തി കൊണ്ടാണ് നമ്മുടെ ബീച്ചുകളിലൊക്കെ വന്നിട്ട് ബിക്കിനിയൊക്കെ ഇട്ട് വളർന്നു കിടക്കുന്നത്. അവരതുവരെ അനുഭവിച്ച ഭീകരമായ തണുപ്പിൻ്റെ തീവ്രത അറിയാത്തവരാണ് ഇവിടെ വന്ന് സായിപ്പിൻ്റെ സാംസ്കാരിക ച്യുതിയെക്കുറിച്ച് അല്ലെങ്കിൽ ബീച്ചിൽ വന്ന് നഗ്നരായി കിടക്കുന്ന എന്ത് അസംബന്ധമാണെന്ന് നമ്മൾ വിസ്തരിക്കുന്നത്. അവിടെ പോയി ഒരു മാസം ഈ കഠിനമായ തണുപ്പിൽ ജീവിച്ചവന് മനസ്സിലാകും വെയിൽ കൊള്ളേണ്ടതിൻ്റെ ഒരു ആവശ്യം. മാത്രമല്ല, ഈ കഠിനമായ തണുപ്പിൽ ജീവിക്കുന്ന, വെയിൽ കൊള്ളാതെ വെയിലില്ലാത്ത മാസങ്ങളോളം കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് അവരുടെ വലിയൊരു പ്രശ്നമാകും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ സൂര്യപ്രകാശം കൊള്ളണം. അത് പരമാവധി ശരീരത്തിൽ കാശ് മുടക്കി ഒരു രാജ്യത്തേക്ക് 3-4 ദിവസത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വരുന്നെങ്കിൽ ആ 3-4 ദിവസം കൊണ്ട് പരമാവധി വെയിൽ ശരീരത്തിൻ്റെ പരമാവധി ഏരിയയിൽ കൊള്ളിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് അവർ
പരമാവധി നഗ്നരായിട്ട് ഈ ബീച്ചുകളിൽ വെയിൽ കൊള്ളാൻ കിടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് കേരളം ലോകത്തിലെ ഏറ്റവും സുഖകരമായി ജീവിക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒരു ടീഷർട്ടും ഒരു നിക്കറും ഉണ്ടെങ്കിൽ, ഒരു ബെർമുടയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും കഴിഞ്ഞു പോകാം. അടുത്തതായിട്ട് നമ്മൾ ലൈറ്റ് ഹൗസ് മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ചെറിയ കുന്ന് കയറി വണ്ടി കൊണ്ടുപോയി നിർത്തി പുറത്തിറങ്ങി. അപ്പോൾ അവിടെ മുകളിലൊരു പള്ളിയുണ്ട്, താഴെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ ചുവട്ടിൽ ചില സ്മാരകങ്ങളുണ്ട്. ഞങ്ങൾ അവിടേക്ക് ചെന്നു. ഈ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ സഞ്ചാരത്തിൻ്റെ ഗ്രൂപ്പ് ടൂറുകളിലാണെങ്കിലും സഞ്ചാരം എന്ന് പറയുന്ന ട്രാവൽ പരിപാടിയിലാണെങ്കിലും നമ്മൾ വാർത്തകളിൽ നിറഞ്ഞ ചരിത്രത്തിൻ്റെ ഭാഗമായ ചില കാഴ്ചകൾ കണ്ടിട്ടേ പോകൂ. നമ്മൾ ആ പോകുന്ന ലൈറ്റ് ഹൗസ് മോണ്യുമെൻ്റിന് ഒരു പ്രത്യേകതയുണ്ട്. 2000 ആണ്ടിൽ നിങ്ങളിൽ പലരും ആ വാർത്തകൾ വായിച്ചിട്ടുള്ളവരായിരിക്കാം, അറിഞ്ഞിട്ടുള്ളവരായിരിക്കണം. റഷ്യയുടെ കുർസ്ക് എന്ന് പറയുന്ന ഒരാണവ അന്തർവാഹിനി കടലിനടിയിൽ വെച്ച് സ്ഫോടനത്തിൽ തകർന്നുപോയി. തകർന്നു എന്ന് പറഞ്ഞാൽ ആ അന്തർവാഹിനി ആകെ ചെതറിപ്പോയില്ല, പക്ഷേ വലിയൊരു സ്ഫോടനം അതിനകത്തുണ്ടായി. ആ അന്തർവാഹിനി തകരാറിലായി. 14 മാസത്തോളം കടലിനടിയിൽ കിടന്നതിന് ശേഷമാണ് അതിനെ പൊക്കിക്കൊണ്ട് വന്നത്. പക്ഷേ അപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്നവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2000 ആണ്ട് ഓഗസ്റ്റ് 12-നായിരുന്നു ആ സംഭവം ഉണ്ടാകുന്നത്. അത് ഈ മുർമാൻസ്കിന് സമീപത്തുള്ള ബാരൻസ് കടലിൽ വെച്ച് ഉണ്ടായ ഒരു അപകടമാണ്. ബാരൻസ് കടലിൻ്റെ അടിയിലായിരുന്ന സമയത്ത്, കടലിൽ മുങ്ങിക്കിടന്ന സമയത്ത് അതിനെ ടോർപിഡോകളുടെ ചേമ്പറിൽ ഒരു ടോർപിഡോ പൊട്ടിത്തെറിച്ചു. 2-3 മിനിറ്റിനകം അടുത്ത വലിയൊരു സ്ഫോടനങ്ങളുണ്ടായി. മറ്റൊരു ടോർപിഡോയും പൊട്ടിത്തെറിച്ചു. അതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു മാൽ ഫംഗ്ഷൻ ആയിരിക്കണം, പൊട്ടിത്തെറിച്ചു. ഈ രണ്ടാമത്തെ പൊട്ടിത്തെറിയോടുകൂടി നിരവധി ആളുകൾ, ഇതിലുണ്ടായിരുന്ന ക്രൂവിൽ വലിയൊരു ശതമാനം ആളുകൾ കൊല്ലപ്പെട്ടു. 118 പേരാണ് ഈ അന്തർവാഹിനിയിലുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഫേസ് ടു ഫേസിൽ ഒരു അന്തർവാഹിനിയുടെ ക്യാപ്റ്റനുമായിട്ട് നമ്മൾ കഥകൾ പറയുന്നുണ്ട്. എന്താണ് ഒരു അന്തർവാഹിനിയുടെ ജീവിതമെന്നും എങ്ങനെയാണ് അതിനകത്തെ ഫെസിലിറ്റികളെന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ ഫേസ് ടു ഫേസും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കുർസ്കിനകത്ത് അവശേഷിച്ച ആളുകൾ, അതായത് വളരെ കുറച്ച് പേരെ ജീവനോടെ അവശേഷിച്ചുള്ളൂ, അവരതിനകത്ത് കുടുങ്ങിക്കിടന്നു. ഈ അന്തർവാഹിനി ചലിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. റഷ്യൻ അധികൃതർ വളരെ ഉദാസീനമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. 5 ദിവസത്തോളം ഇവരൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ അവർ ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ആർക്കും അറിയില്ല. 5-ാമത്തെ ദിവസമാണ് ബ്രിട്ടൻ്റെയും പിന്നെ മറ്റേതോ ഒരു രാജ്യത്തിൻ്റെയും മുങ്ങൽ വിദഗ്ധരും സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തി ഇതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ദീർഘമായ പ്രവർത്തനമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം അവശേഷിച്ച ആളുകൾ ഇതിനകത്ത് ഓക്സിജനും മറ്റ് ഫെസിലിറ്റികളും ഒന്നും കിട്ടാതെ ദയനീയമായി കൊല്ലപ്പെട്ടു. പിന്നെ ഏതാണ്ട് 1 വർഷവും 2 മാസവും നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ അന്തർവാഹിനിയെ പൊക്കിയെടുത്തത്. ഈ പൊക്കിയെടുത്ത് തീരത്തെത്തിച്ചത് ഈ മുർമാൻസ്കിലാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി, അതിൽ കൊല്ലപ്പെട്ട നാവികരുടെ സ്മരണയ്ക്കായിട്ട് ആ അന്തർവാഹിനിയുടെ ഒരു ഭാഗവും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് അവർക്ക് പ്രണാമം അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഈ ലൈറ്റ് ഹൗസ് മോണ്യുമെൻറ്റ്. അതിൻ്റെ ചുവട്ടിൽ നിന്ന് മില ഈ കഥകളെല്ലാം പറഞ്ഞു. നല്ല തണുപ്പത്ത് വിറച്ചാണെങ്കിലും ഈ വാർത്തകൾ വായിച്ചവരായിരുന്നു ഞങ്ങളുടെ സഞ്ചാരത്തിലെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാം. അതുകൊണ്ട് തന്നെ ആ കഥകൾ കേട്ട് നിന്ന് ആ അന്തർവാഹിനിയുടെ ഒരു കഷ്ണവും കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത യാത്ര തുടങ്ങുന്നത്. നമ്മളിനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. 1 മണിക്ക് ശേഷമുള്ളൊരു ഫ്ലൈറ്റിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പറക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. മുർമാൻസ്കിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ യാത്രയാകുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മിലയും മിലയുടെ കൂടെയുള്ള നതാലിയും ഈ ബസ്സും ഈ ബസ് ഡ്രൈവറും ഒക്കെ ഇവിടെ കൊണ്ട് യാത്ര അവസാനിപ്പിക്കുകയാണ്. അവരോട് ഞങ്ങളിവിടെ വെച്ച് യാത്ര പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബസ്സിലിരുന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി കുറേ പാട്ടുകൾ പാടി, മലയാളം പാട്ടുകൾ പാടി. അപ്പോൾ നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഈ നതാലിയയ്ക്കും മിലയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കൂടെയുള്ള ആരോ ഒരാൾ അവരുടെ മൊബൈൽ ഫോണിൽ ഒരു റഷ്യൻ പാരഡി ഗാനം വെച്ചു. അതായത് കേരളത്തിലാകെ പ്രചാരമായ മലയാളം വാക്കുകൾ റഷ്യൻ ശൈലിയിൽ, അല്ലെങ്കിൽ റഷ്യൻ പാട്ടിൻ്റെ മലയാളീകരിച്ച ഒരു സാധനം, വളരെ കോമഡിയുള്ള ഒരു കുസൃതിപ്പാട്ടാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്നു. ചാക്കോച്ച എന്നൊക്കെ പറയുന്ന ഒരു പാട്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. മിലയോട് ചോദിച്ചു, ഇത് ശരിക്കും നിങ്ങളുടെ പാട്ടാണോ? ഈ പാട്ട് കേട്ടിട്ട് അവരും ചിരിയോട് ചിരി. അങ്ങനെ ഒരു പാട്ട് അവരും കേട്ടിട്ടില്ല. പക്ഷേ സംഭവം എന്താണ്ടൊക്കെ റഷ്യൻ വാക്കുകൾ അതിനകത്തുണ്ട്. ഈ പാട്ട് വെച്ചതോടുകൂടി ബസ്സിലെ എല്ലാ പ്രായക്കാരും കൈയടിച്ച് പാടാനും തുടങ്ങി. ചിലർ പുറകെ നിന്ന് ഡാൻസും കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടെയുള്ള നതാലിയയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. നതാലിയ പറഞ്ഞു, ഈ പാട്ട് നേരത്തെ കേൾക്കേണ്ടതായിരുന്നു, എങ്കിൽ ഇന്നലെ നമുക്ക് വഴിക്ക് പലയിടത്തു നിന്ന് ആ തടാകത്തിൻ്റെ കരക്കൊക്കെ നിന്നൊരു ഡാൻസ് കളിക്കായിരുന്നു. ഒടുവിൽ മില പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ മുമ്പ് വെച്ച് നമുക്ക് ഡാൻസ് കളിച്ചിട്ട് പോകാം. അങ്ങനെ എയർപോർട്ടിൽ ബസ് എത്തുന്നു. ലഗേജെല്ലാം പുറത്തിറക്കി ഡ്രൈവർ ജോലി അവസാനിപ്പിച്ച് ബസ്സിനകത്തേക്ക് കയറുന്നു. നതാലിയ എല്ലാവരെയും വിളിച്ചൊരു വട്ടത്തിൽ നിർത്തുന്നു. ലഗേജൊക്കെ ഒരിടത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു റഷ്യൻ പാട്ടിട്ടിട്ട്
നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും നതാലിയും മിലയും എല്ലാം കൂടെ ചേർന്ന് വട്ടത്തിൽ നിന്ന് ഗംഭീരമായ ഒരു ഡാൻസ് കളിക്കുകയാണ്. ഈ എയർപോർട്ടിലേക്ക് കയറി വരുന്ന മറ്റ് പാസഞ്ചേഴ്സിനും ഇത് വലിയ ആഘോഷമായി, ആവേശമായി. അവരും കൈയടിച്ച് ഇതും കണ്ട് വട്ടത്തിൽ നിൽക്കുന്നു. അങ്ങനെ അവിസ്മരണീയമായ ഒരു ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞാണ് നതാലിയോടും മിലയോടും ഡ്രൈവറോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറുന്നത്. ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്ത് പുതിയൊരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് ഇടുങ്ങിയ ഒരു കെട്ടിടമാണ്. ഇതിനകത്ത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ട്, ഈ ലോകത്തിൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ടിൽ നമ്മൾ പോയിട്ടില്ല. അതിനകത്ത് നിറയെ ആളുകളും. ഏതായാലും ഞങ്ങൾ വിമാനം വന്നു, അതിലേക്ക് ചെന്ന് കയറി. ആകാശത്ത് നോക്കുമ്പം വിളറിപ്പോയ ഒരു ഭൂഭാഗത്തൂടെയാണ് നമ്മൾ പറക്കുന്നതെന്ന് മനസ്സിലായി. ഏതാണ്ട് 2 മണിക്കൂർ പറന്ന് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി ലാൻഡ് ചെയ്യുന്നു. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഈ എയർപോർട്ട് എന്ന് പറയുന്നത് പുൾക്കോവ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കൊച്ചി എയർപോർട്ട് നെടുമ്പാശ്ശേരിയിലാണെന്ന് പറയുന്നത് പോലെയാണ്, നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്. അവിടെ ചെന്നിറങ്ങി നമ്മൾ ഈ എയർപോർട്ടിനകത്തോടെ നടക്കുമ്പോണ്ടല്ലോ, മോഡേൺ ഒരു എയർപോർട്ട്. ഈ എയർപോർട്ടുകളുടെയൊക്കെ കെട്ടിടം ഇന്ന് ലോകത്ത് എങ്ങനെയായി മാറിക്കഴിഞ്ഞു എന്ന് നമ്മളൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് നമ്മുടെ എയർപോർട്ടുകൾ, പ്രത്യേകിച്ച് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കാണുമ്പം ഈ കേരളീയ ശൈലിയിൽ തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട്, കേരളീയ ശൈലിയുമല്ല, ഇൻ്റർനാഷണൽ ശൈലിയല്ല, കണ്ടംപററി ശൈലിയല്ലാത്ത ഒരു അപരിഷ്കൃതമായ രൂപത്തിലാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് മോഡൽ ഗംഭീരമായൊരു ക്ലാസിക് നിർമ്മിതിയായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ഏച്ചുകെട്ടലുകളെല്ലാം ഒരു ക്യാരക്ടർ ഇല്ലാത്ത കെട്ടിടമായിപ്പോയി നെടുമ്പാശ്ശേരി എയർപോർട്ട്. കാര്യം നല്ല എയർപോർട്ടാണ്, അതൊരു വലിയ വിജയമാണെങ്കിലും കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ഒരാളെ ഒട്ടും ഇമ്പ്രസ് ചെയ്യുന്ന, കേരളത്തിൻ്റെ പ്രൗഢിക്ക്, പാരമ്പര്യത്തനിമയ്ക്ക്, കേരളത്തിൻ്റെ ആളുകളുടെ മനോഭാവത്തിന് ഒക്കെ ചേർന്ന ഒരു മോഡേൺ എയർപോർട്ടല്ല നെടുമ്പാശ്ശേരിയിലെ. അത് ഒന്ന് പരിഷ്കരിക്കേണ്ടതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനലൊക്കെ, അതിനകവും അതിൻ്റെ പുറവും പുറത്തുനിന്നുള്ള കാഴ്ചകളുമൊക്കെ കാലഘട്ടത്തിനോ ഒന്നും ചേർന്നതല്ല. എന്നാൽ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എയർപോർട്ടിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ കണ്ടംപററി ശൈലിയിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ആഢ്യത്വം, സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. സിംപ്ലിസിറ്റി മതി. അല്ലാതെ കുറേ ആനകളെ നിരത്തി നിർത്തുകയും അമ്പാരി വെക്കുകയും നെറ്റിപ്പട്ടം കെട്ടി തൂക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത്. സിമ്പിളായിരിക്കുക, പക്ഷേ അതിനൊരു ഗ്ലോബൽ, അതിന് നല്ല ഇൻ്റർനാഷണൽ ആർക്കിടെക്റ്റുകളുടെ ആശയങ്ങൾ സ്വീകരിക്കണം. അതിഗംഭീരമായ എയർപോർട്ടാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ. ഈ റഷ്യക്ക് ഇത്രയും പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴും അത് ഭംഗിയായി സംരക്ഷിക്കുന്നു. നല്ല ഗംഭീരമായ സീലിങ്ങുകൾ, ഗംഭീരമായ ഫ്ലോറുകൾ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ഞാനൊന്ന് തിരിഞ്ഞ് നിന്ന് ഒരു 3-4 ഷോട്ടുകൾ ആ കെട്ടിടത്തിൻ്റെ, ആ എയർപോർട്ട് ബിൽഡിങ്ങിൻ്റെ എടുത്തിട്ടാണ് നടത്തുന്നുണ്ടിരുന്നത്. അവിടെ നമ്മളെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട്. അതും ഒരു വനിതയാണ്. നമ്മളുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഗൈഡ് ഇവരാണ്. അവരുടെ പേര് തമാര എന്നാണ്. തമാര എന്ന് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് പഴയ ഒരു തമാരയെ ഓർമ്മ വരും. നമ്മളെ 10-25 ദിവസം ഈ കിഴക്കൻ യൂറോപ്പിലൂടെ കൊണ്ടു നടന്നൊരു തമാര, നിരവധി കഥകൾ പറഞ്ഞ ഒരു തമാര, നമുക്ക് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ തന്നൊരു തമാര. ഏതൊക്കെ നാടുകളിലൂടെയാണ് തമാര കൊണ്ടുപോയത്, എത്ര രസകരമായിട്ടായിരുന്നു ആ 10-25 ദിവസം നമ്മൾ സഞ്ചരിച്ചത്. ആ കഥകൾ പണ്ട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഈ തമാര അതിൻ്റെ നേരെ എതിരാണെന്ന് യാത്ര തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിവസം കൊണ്ട് അവരുടെ സർവീസ് അവസാനിപ്പിക്കാൻ അവിടുത്തെ നമ്മുടെ പാർട്ട്ണർ കമ്പനിയോട് ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം മുതൽ മിടുക്കിയായ മറ്റൊരു ഗൈഡ് വരികയും ചെയ്തു. അപ്പോൾ ഈ ചില ഗൈഡുമാർ ഒരു യാത്രയെ ഏറ്റവും വിരസമാക്കും. കാണാതെ പഠിച്ചത് മൈക്കിൽ കൂടെ കൂടെ ഇരിക്കുന്ന സഹയാത്രികരുടെ മുഖത്ത് പോലും നോക്കാതെ പറയുന്ന ചില ഗൈഡുകളുണ്ട്. ഇവരങ്ങനത്തെ ഒരു ഗൈഡായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി ഇവർ പറ്റില്ല, നമ്മുടെ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഒരു അര ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് അന്നങ്ങനെ അങ്ങ് പോട്ടെ, പിറ്റേ ദിവസം വേറെ ആളെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് പുതിയ ആൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നഗരത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചേറെ ദൂരെ യാത്ര ചെയ്യണം. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല പാതയോരങ്ങൾ, നമ്മൾ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പ്രൗഢ നിർമ്മിതികൾ. ഇതൊരു സമ്പന്ന രാജ്യം, ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നുകൂടെ സഞ്ചരിക്കുന്ന അനുഭവം. നല്ല വാഹനങ്ങൾ, വൃത്തികെട്ട ഒന്നും കാണുന്നില്ല. നമ്മളൊരു എയർപോർട്ടിൽ നിന്ന് ഒരു നഗരത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് പുതിയൊരു രാജ്യത്താണ് ചെന്നിറങ്ങുന്നതെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം രൂപീകരിക്കുന്നത്, അല്ലേ? ഈ കാഴ്ചയിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ റഷ്യ എന്താണെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ മോസ്കോയിലെ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോയ ആ കാഴ്ച കണ്ടപ്പോൾ, അല്ലെ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് സിറ്റിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഈ കാഴ്ചയിൽ നിന്നല്ലേ റഷ്യ എന്താണെന്ന് തോന്നുന്നത്. അവിടെ വെച്ചാണ് ഈ നാടിനോട് നമുക്ക് ആദരവാണോ വേണ്ടത്, അവജ്ഞയാണോ തോന്നേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന യാത്രക്കിടയിൽ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന ഒരു സഞ്ചാരിക്ക്, വിദേശ സഞ്ചാരിക്ക് ആ വഴിയോരങ്ങളിലേക്ക് നോക്കിയിട്ട് എന്ത് അഭിപ്രായമായിരിക്കും ഉണ്ടാവുക? ആദ്യമായിട്ട് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുന്ന ജനസമൂഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും അവർ രൂപീകരിക്കുക എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല. അല്ലെ ബോംബെയിലെ ചേരിയുടെ
ധാരാവിച്ചേരിയുടെ മുകളിലൂടെ പറന്നിറങ്ങുന്ന വിമാനത്തിലിരുന്ന് താഴത്തെ കാഴ്ചകൾ കാണുന്ന ഒരു സഞ്ചാരിയുടെ ഒക്കെ ഇന്ത്യക്കാരനെക്കുറിച്ചുള്ള മനോഭാവം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. അതുമാത്രമല്ല, എയർപോർട്ട് വിട്, അവിടുന്ന് നഗരത്തിലേക്ക് വന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഏത് റെയിൽവേ സ്റ്റേഷനിലേക്കും കയറി ചെല്ലുമ്പം കണ്ണടച്ചാൽ കയറി ചെല്ലുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന്. കാരണം നമ്മളെ സ്വീകരിക്കുന്നത് മൂത്രത്തിൻ്റെ മണമായിരിക്കും. മലവും മൂത്രവും ചേർന്ന ഒരു ചെറിയ ഗന്ധമാണ് നമ്മൾ ഈ ട്രെയിനുകളിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഗന്ധം എന്ന് പറയുന്നത് മലമൂത്ര മിശ്രിതമായ ഒരു ഗന്ധമാണെന്ന് ചിലരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബോംബെ തെരുവുകൾക്ക്, ബോംബെയിലെ ഇടുങ്ങിയ തെരുവുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളുടെ ഉൾതെരുവുകൾക്ക് ഒക്കെ ഏതാണ്ട് ഈ മണമല്ലേ? ഈ മണം മാറേണ്ട കാലം കഴിഞ്ഞില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഢിയെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് നിരന്തരം നമ്മൾ വാചാലമാകുമ്പോൾ ഈ ഗന്ധവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ഇപ്പോൾ നഗരത്തിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോഴേ നമ്മൾ കാണുന്ന വലിയൊരു കവാടമാണ്, ഒരു മോണ്യുമെൻ്റൽ ഗേറ്റ് പോലൊരു ഭാഗമാണ്. അത് മോസ്കോ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയുമായിട്ട് റഷ്യൻ സാമ്രാജ്യം ഒരു യുദ്ധം നടത്തുകയും യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തതിൻ്റെ സ്മാരകമായിട്ട് പണിതാണ്. നഗരം എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഒരു ആധുനിക നഗരമാണ്. എന്ന് വെച്ചാൽ നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമില്ല. 1700കളുടെ ആദ്യം പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തി ഒരു പുതിയ നഗരം, ബ്രാൻഡ് ന്യൂ നഗരം ഈ നേവാ നദിയുടെ തീരത്ത്, ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ്, റഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, കടൽ തീരത്ത്, ഉൾക്കടലിൻ്റെ തീരത്ത് പണിയായിരുന്നു. കാരണം മോസ്കോ കടൽ തീരത്തല്ല, അതിൻ്റെ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. വെനീസ് പോലെ, പാരീസ് പോലെ, അല്ലെങ്കിൽ ആംസ്റ്റർഡാം പോലെ മനോഹരമായ ഒരു ഗംഭീരമായ ക്ലാസിക് പട്ടണം വേണമെന്ന് പീറ്റർ ദ ഗ്രേറ്റിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേവാ നദിയുടെ തീരത്തെ ആ ചതുപ്പ് പ്രദേശമെല്ലാം കെട്ടി നൂറുകണക്കിന് കനാലുകൾ പണിത്, ആ കനാലിൻ്റെ തീരങ്ങളിൽ നേർരേഖ പോലെ തെരുവുകൾ പണിത്, സ്ട്രീറ്റുകൾ പണിത്, ആ സ്ട്രീറ്റിൻ്റെ ഓരങ്ങളിൽ ക്ലാസിക് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള അക്കാലത്ത് ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളെ കൊണ്ട് വേൾഡ് ക്ലാസ് കെട്ടിടങ്ങൾ പണിത്, കൊട്ടാരങ്ങൾ പണിത്, കോട്ടകൾ പണിത് ഒരു പുതിയ നഗരം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു കനാൽ നഗരമാണ്, ജലനഗരമാണ്, ബ്യൂട്ടിഫുൾ നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ആ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഭാഗത്തേക്ക് കാർ വണ്ടി കൊണ്ടുപോയി നിൽക്കുന്നു. അവിടെ ആദ്യത്തെ കാഴ്ചയിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. വലിയ വിശാലമായൊരു സ്ക്വയറാണ്, അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇച്ചിരി നടക്കണം, ഒരു ചാറ്റൽ മഴയുണ്ട് അപ്പോഴത്തേക്കും. പക്ഷേ ഇറങ്ങി നമ്മളങ്ങ് നടന്നു. സെൻറ്റ് ഐസക് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു കത്തീഡ്രലുണ്ട്. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്ന് പള്ളിയാണ്. അത് 1931 പൂട്ടി. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പള്ളിയുടെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു, അതിനൊരു മ്യൂസിയം ആക്കി. ഈ പള്ളി അതിപ്രൗഢമായ ഗ്രാനൈറ്റ് തൂണുകൾ, 6 or 7 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ ഓരോ ഗ്രാനൈറ്റ് പില്ലറിനും. അങ്ങനെ ഗ്രാനൈറ്റ് പില്ലർ കൊണ്ട് വലയം തീർത്തതാണ് ഈ കെട്ടിടത്തിൻ്റെ 4 വശവും. കൂടാതെ സ്വർണ്ണ താഴികക്കുടം ഉണ്ടായിരുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് എന്ത് ചെയ്യുന്നറിയോ? സ്വർണ്ണ താഴികക്കുടം ശത്രു വിമാനങ്ങളെ ആകർഷിക്കും എന്നുള്ളത് കൊണ്ട് ഈ സ്വർണ്ണ താഴികക്കുടത്തിൻ്റെ മുകളിൽ മുഴുവൻ ബ്രൗൺ പെയിൻ്റ് അടിച്ചു, ഒരു തവിട്ട് നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച് മറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി വീണ്ടും യാത്ര. ഈ കനാലോരങ്ങളിലൂടെ കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേവാ നദിയുടെ തീരത്തേക്ക് എത്തും. നേവ എന്നും നീവ എന്നും പറയും. നേവാ നദി, NEVA, നേവാ നദിയുടെ തീരത്താണ് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. തീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 കരയിലുമായിട്ടാണ്. നമ്മളിപ്പോൾ പ്രധാന ഭാഗത്തൂടെയാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ പാലം കടന്ന് മറുകരയിലേക്ക് എത്തുന്നു. ഈ മറുകരയും നേവാ നദിയുടെ തീരങ്ങളും ഒക്കെ നമ്മുടെ നദീതീരങ്ങളൊക്കെ എത്ര പ്രാകൃതമായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ അത്ര വലിപ്പമുള്ള കല്ലുകൾ ചതുരക്കട്ടകൾ പോലെ ചെത്തിയെടുത്ത് തീരങ്ങളിൽ അടുക്കി, അതിൽ തന്നെ പടവുകൾ വെട്ടിയൊരുക്കി നദിയിലേക്ക് ഇറങ്ങാവുന്ന സ്ഥലങ്ങളുണ്ടാക്കി, കൂടാതെ നല്ല മോണ്യുമെൻ്റലായ ടവറുകൾ, ഗോപുരങ്ങൾ ഒക്കെ ഈ ഓരങ്ങളിൽ പണിത് ഈ നദിയും നഗരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കലാരൂപം പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഓടി ഒരു ഭാഗത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തുന്നു. സ്ഫിങ്സ്ക എന്ന് പറയുന്നൊരു സ്ഥലമാണ്. സ്ഫിങ്സ്ക, അത് റഷ്യൻ വാക്കാണ്. സ്ഫിങ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു സിംഹത്തിൻ്റെ ഉടലും ഒരു മനുഷ്യൻ്റെ തലയുമുള്ള ഒരു രൂപം. അങ്ങനെ വലിയൊരു പ്രതിമയുണ്ട്, 2 പ്രതിമകൾ. ഇത് ഈജിപ്തിൽ നിന്ന് ഒരു 2 നൂറ്റാണ്ട് മുമ്പ് ഫ്രാൻസിലേക്ക് കൊണ്ടുവന്ന്, ഫ്രാൻസിൽ നിന്ന് പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന്, ഇത് ഈ നേവാ നദിയുടെ കടവിൽ ഇങ്ങനെയുള്ള പടവുകളൊക്കെ പണിയുമ്പോൾ അതിനെ അലങ്കരിക്കാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് മനോഹരമായ നേവാ നദിയുടെ തീരം, ഈ കൽപ്പടവുകൾ, സുന്ദരമായ എടുപ്പുകൾ ഇതെല്ലാം കണ്ടു, ഷൂട്ട് ചെയ്തു. മറുകരയിൽ നദിയുടെ മറ്റേ കരയിലൂടെയായിരുന്നു നമ്മളിപ്പോൾ ഇത്ര നേരം സഞ്ചരിച്ചിരുന്നത്. അവിടെ അങ്ങാകലെ സെൻറ്റ് ഐസക് കത്തീഡ്രലിൻ്റെ ആ സ്വർണ്ണ താഴികക്കുടം കാണാം. ഒപ്പം ഈ നദീ തീരത്ത് തന്നെ ഒരു പച്ചക്കെട്ടിടം നീളത്തിൽ, ഒരു ക്ലാസിക് നിർമ്മിതി, അതായിരുന്നു പഴയ വിൻ്റർ പാലസ്. ഇന്നതൊരു മ്യൂസിയമാണ്. അവിടെയായിരുന്നു റഷ്യൻ ചക്രവർത്തിമാർ ഏതാണ്ട് 200 കൊല്ലം ഈ സാമ്രാജ്യത്തെ ഭരിച്ചത്. അവിടേക്കായിരുന്നു വിപ്ലവകാരികൾ ഒരു കാലത്ത് കയറി വന്നത്. അവിടെ വെച്ചാണ്
ഈ ചക്രവർത്തി സാർ ചക്രവർത്തി അധികാരഭ്രഷ്ടനായത്. നമ്മൾ പഠിച്ച ബ്ലഡി സൺഡേ ഒക്കെ പോലുള്ള ഇൻസിഡൻറ്റുകളുടെ സംഭവങ്ങളുടെ കേന്ദ്രസ്ഥാനമായ ആ കൊട്ടാരം, നാളെ നമ്മൾ ആ കൊട്ടാരത്തിനകത്തേക്ക് പോകുന്നുണ്ട്. ഈ സംഭവങ്ങൾ നടന്ന ഓരോ മുറികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. റഷ്യയുടെ ചരിത്രം, സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം, അതൊക്കെ കടന്നുപോയ നമ്മൾ ഓർക്കുന്ന ആ പഴയ കാലഘട്ടത്തിൻ്റെ സ്മരണകളിലൂടെയാണ് നാളെ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് വീണ്ടും ബസ്സിൽ കയറി വീണ്ടും ഓടുകയാണ്. കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോഴത്തേക്കും നേരെ ഇരുണ്ട് വരികയാണ്. നേരെ ഇരുണ്ട് വരുമ്പോൾ മറുകരയിലെ കെട്ടിടങ്ങളും ഈ കെട്ടിടങ്ങളെല്ലാം ലൈറ്റപ്പ് ചെയ്ത് മറ്റൊരു ഭാവത്തിലേക്ക് വരിക. ആകാശത്തിൽ ചെറിയ വെളിച്ചമുണ്ടെങ്കിലും ലൈറ്റൂടെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് വേറൊരു നിറമാകുകയാണ്, വേറൊരു ഭാവമാകുകയാണ്. പിന്നെ ഓടി നമ്മൾ ചെല്ലുന്നത് ഒരു പള്ളിയുടെ മുമ്പിലേക്കാണ്. ആ പള്ളി നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിരിക്കുക. നല്ല ഗംഭീരമായ പണികൾ നടത്തിയ ഒരു ക്ലാസിക് പള്ളിയാണ്, ഗംഭീര പള്ളി. അതിൻ്റെ ചുവട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല തണുപ്പായി കഴിഞ്ഞു. അപ്പോൾ ആ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ ചർച്ച് ഓഫ് അവർ സേവിയർ ഓൺ ദ സ്പിൽഡ് ബ്ലഡ് എന്നാണ്. അതായത് ചിതറിത്തെറിച്ച രക്തത്തിന്മേൽ പണിത നമ്മുടെ രക്ഷകൻ്റെ പള്ളി. അലക്സാണ്ടർ രണ്ടാമൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു ചക്രവർത്തി 1881 ചക്രവർത്തി ആയിരിക്കെ തന്നെ വിപ്ലവകാരികൾ എറിഞ്ഞ ബോംബിൽ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണ്. ഈ റഷ്യൻ ചക്രവർത്തിമാർ കൊല്ലപ്പെടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 1881 അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തി കൊല്ലപ്പെട്ട അയാളുടെ രക്തം ചെതറിത്തെറിച്ച് ആ സ്ഥലത്ത് പണിത പള്ളി ആയതുകൊണ്ടാണ് പള്ളിക്ക് ആ പേര് വന്നത്. അത് രാത്രി ലൈറ്റപ്പൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഗംഭീര കാഴ്ചയാണ്. പക്ഷേ അതിനിങ്ങനെ ഒരു ചരിത്രമുണ്ടെന്നും അവരുടെ ഒരു ചക്രവർത്തി കൊല്ലപ്പെട്ട സ്ഥലത്ത് പണിത 1881 കൊല്ലപ്പെട്ട സ്ഥലത്ത് പണിത പള്ളിയാണെന്നുള്ള കഥകളും കൂടി അറിയുമ്പോഴാണ് അതിന് മറ്റൊരു മൂഡിലേക്ക് നമ്മൾ എത്തുന്നത്. തണുപ്പ് അരിച്ചിറങ്ങുന്നു, ശീതക്കാറ്റടിക്കുന്നു, അധികം നേരം നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഓടിച്ചെന്ന് ബസ്സിനകത്തേക്ക് കയറുന്നു. ബസ്സിനകത്ത് കയറി നമ്മൾ അടുത്ത യാത്ര തുടരുമ്പോൾ ആ തണുത്ത് മരവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു വിവരമാണ് ഗൈഡ് തമാര പറഞ്ഞത്. നമ്മളിനി പോകുന്നത് വോഡ്ക മ്യൂസിയത്തിലേക്കാണ്. ഈ വോഡ്ക മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ വോഡ്കയുടെ ചരിത്രവും അത് രൂപം കൊണ്ട കഥയും ഒക്കെ കാണുക എന്നതൊന്നുമല്ല നമ്മുടെ കൂടെയുള്ളവരെ ആകർഷിക്കുന്നത്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പലയിനം വോഡ്ക ഫ്രീ ആണ്, സാമ്പിൾ ഫ്രീ ആണ്. നല്ല തണുപ്പ് പുറത്ത്, ശീതക്കാറ്റ്. ഇനി നമ്മൾ പോകുന്നത് വോഡ്ക മ്യൂസിയത്തിലേക്ക്. വോഡ്ക മ്യൂസിയത്തിൽ ചെന്നു. ഇതുവരെ ചരിത്ര നിർമ്മിതികളോ പള്ളികളോ ഒന്നും കാണാൻ പോലും ഉത്സാഹമില്ലായിരുന്ന ആളുകളൊക്കെ വോഡ്ക മ്യൂസിയത്തിന് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ പോകുന്ന പോക്കൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ഇടിച്ചെരച്ച് കയറുകയാണ് അതിനകത്തേക്ക്. പക്ഷേ കയറി ചെല്ലുമ്പോഴേ വോഡ്ക കിട്ടില്ല. അവിടെ മിടുക്കിയായൊരു പെൺകുട്ടിയുണ്ട്, നല്ല ഗംഭീരമായി കഥ പറയുന്ന ഒരു ഗൈഡ്. ഇവളൊരറ്റത്ത് നിന്ന് വോഡ്ക രൂപം കൊണ്ടതിൻ്റെ, വോഡ്ക പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ, വോഡ്ക വിളമ്പുന്ന പാത്രങ്ങളുടെ പ്രത്യേകതകളുടെ ഒക്കെ കഥകളും ദൃശ്യങ്ങളും കാണിച്ച് ഇങ്ങനെ കഥ പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഈജിപ്തിലാണ് വോഡ്ക ആദ്യം രൂപം കൊള്ളുന്നത്. പിന്നീട് റഷ്യയുടെ ഒരു ഔദ്യോഗിക പാനീയമായി മാറി. ഈ വോഡ്ക രാഷ്ട്രതന്ത്രത്തിൽ ചെലുത്തിയ സ്വാധീനം, രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ചർച്ചകളിൽ നല്ല വോഡ്ക വഹിച്ച പങ്ക്, അത് തീരുമാനങ്ങൾ പലത് റഷ്യയ്ക്ക് അനുകൂലമാക്കി മാറ്റിയത്, ഇങ്ങനെയുള്ള പല കഥകൾ റഷ്യയുടെ വിപ്ലവകാലത്ത്, സാർ ചക്രവർത്തിമാരുടെ കാലത്ത്, പിന്നെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ കാലത്ത് റഷ്യയിൽ എപ്പോഴും വോഡ്കയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ട് ഒടുവിൽ നമ്മളൊരു വലിയ ഹാളിലേക്ക് എത്തുകയാണ്. ആ ഹാളിൽ പല മേശകളിലായി ഈ ഷോട്ട് ഗ്ലാസ്സുകളിൽ വോഡ്ക നിറച്ച് വെച്ചിരിക്കുകയാണ് മുൻകൂട്ടി തന്നെ. നമ്മൾ 40-42 പേർക്കുള്ള വോഡ്ക പല ബ്രാൻഡുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ മേശയുടെ ചുറ്റിലേക്ക് നമ്മുടെ ഗൈഡ് എല്ലാവരെയും കൊണ്ട് നിർത്തും. എന്നിട്ട് പറയും, ഇത് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള ആചാരമര്യാദകൾ, ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ ചിട്ടയൊക്കെ ഒന്ന് പെട്ടെന്ന് പറ ഗൈഡ് എന്നുള്ള മട്ടിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഏതായാലും ഇനി കഴിച്ചോളൂ എന്ന് പറയേണ്ട താമസം ടക്കട്ടക്കട്ടക്കെന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ മേശയിലിരുന്ന വോഡ്ക ഗ്ലാസ്സുകളെല്ലാം, ഷോട്ട് ഗ്ലാസ്സുകളെല്ലാം കാലിയാകുന്ന കാഴ്ച കണ്ടത്. പിന്നെ അടുത്ത മേശയിലേക്ക് മാറുന്നു. അങ്ങനെ ഏതാനും മേശകൾ പിന്നിടുമ്പോഴത്തേക്കും അതുവരെ തണുത്തുറഞ്ഞ മുഖവുമായി നിന്നിരുന്ന പലരുടെയും മുഖത്ത് പ്രകാശം തെളിയുന്നു, ചിരികൾ പടരുന്നു, അത് പൊട്ടിച്ചിരികളായി മാറുന്നു. കഴിച്ച പലതിൻ്റെയും ആരാധകരായി മാറിയ ആളുകൾ അവിടെ നിന്ന് വോഡ്ക വാങ്ങുന്നു. പല കുപ്പികൾ അവിടെ വിൽക്കപ്പെടുന്നു. വാങ്ങിയ കുപ്പികളുമായിട്ടാണ് പിന്നെ എല്ലാവരും ബസ്സിലേക്ക് നടക്കുന്നത്. ഇന്ന് നന്നായിട്ട് ഇരുട്ടിയിരിക്കുന്നു. നേരം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിലും നല്ല ഇരുട്ട് പടരുന്നു, നല്ല തണുപ്പായി. ഇന്ന് ദീർഘമായ യാത്രയായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. വോഡ്കയൊക്കെ കഴിച്ച സന്തോഷത്തോടെ എല്ലാവരും ബസ്സിലേക്ക് കയറി. ഇനി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് അവിടെ ചെന്ന് അത്താഴം കഴിക്കണം, ഇന്ന് കിടന്നുറങ്ങണം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.